ഇപ്പൊ നല്ല സമയമല്ലേ? കേന്ദ്രത്തിലും ഭരണം നമുക്കെതിരാണ്, കേരളത്തിലും ഭരണം നമുക്കെതിരാണ്. അതുകൊണ്ട് എല്ലാ പ്രശ്നത്തിലും സമരം ചെയ്യാം. ഇപ്പൊ നല്ല മഴയാണ്, സാംക്രമിക രോഗങ്ങൾ പരന്നുകൊണ്ടിരിക്കുക. പനി മരണം ഇന്നിപ്പോ 11 ആൾ മരിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇഷ്ടംപോലെ പുതിയ രോഗങ്ങൾ. അപ്പോ ഈ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നു, കൊതുക് പടരുന്നു, മാറാ രോഗങ്ങൾ ഉണ്ടാകുന്നു, സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് വെള്ളക്കെട്ട് അവസാനിപ്പിക്കണം, ആശുപത്രികൾ സജ്ജമാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാദേശിക തലത്തിൽ നിങ്ങൾ പുറത്തു വരിക, കൊടിയും പിടിച്ച് 2 ബാനർ ഉണ്ടാക്കി പ്രകടനം നടത്തുക. നിങ്ങളെ കാണട്ടെ. തുടങ്ങി മത്സരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ വേണ്ടേ? തുടങ്ങിക്കോ. എന്നിട്ട് അതിന്റെ സമയമാകുമ്പോ പറയാ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണ് കോണിച്ചിഹ്നം തരിക. അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാം. ഇനിയിപ്പോ മഴ പെയ്യുന്നില്ല, കഠിനമായ ചൂടാണ്, വെള്ളം കിട്ടുന്നില്ല, അപ്പോഴും സമരം ചെയ്യുക. കുടിവെള്ളക്ഷാമം, കൃഷികൾ ഉണങ്ങുന്നു, ജലസേചനത്തിന് വെള്ളമില്ല, ഗവൺമെന്റ് ഇടപെടണം. രണ്ടായാലും നമുക്ക് സമരം ചെയ്യാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ആശുപത്രികളില്ലേ? ഫാമിലി ആശുപത്രി, കുടുംബ അതുപോലെ ആശുപത്രികൾ ഉണ്ടാവും, കമ്മ്യൂണിറ്റി ആശുപത്രികൾ, ഇതൊക്കെ ഉണ്ടാവും. അവിടെ ഡോക്ടർമാരുണ്ടാവില്ല, ഉറപ്പല്ലേ? അതിന്റെ മുമ്പിൽ ഒരു ദിവസം സമരം ചെയ്തോ, ആവശ്യത്തിന് ഡോക്ടർമാരെ അനുവദിക്കണം, രോഗികൾ കൂടുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു സമരം ചെയ്തോ. ഇറങ്ങി കാണിച്ചു കൊടുക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ അതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. നിങ്ങൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ അവർക്ക് തോന്നുക, അന്നാൾ ആശുപത്രി പ്രശ്നത്തിന് ഇയാൾ എൻ്റെ മുന്നിൽ നല്ല മനുഷ്യനാണ്, നമുക്ക് വേണ്ടിയാണ് പണ്ടെടുത്തല്ലോ എന്ന് തോന്നണം.